വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ഗുജറാത്തിൽ 66 വർഷത്തിനിടയിൽ ചരിത്രത്തിലാദ്യമായി ഒരു കോൺഗ്രസ് എംപിയെ പോലും രാജ്യസഭയിലേക്ക് ജയിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരിക്കുന്നുവെന്ന് പറഞ്ഞ് BJPയുടെ ആഘോഷമാണ്. എന്നാൽ അവർ മറന്നുപോയ മറ്റൊരു കാര്യമുണ്ട്. 2014-ലും 2019-ലും സമ്പൂർണ്ണ വിജയം ലോക്സഭാ സീറ്റുകളിൽ നേടിയെടുത്ത BJPക്ക് 2024-ൽ കാലിടറി. ശരിക്കും അധ്വാനിച്ചിരുന്നെങ്കിൽ 4 സീറ്റ് വരെ അവിടെ വിജയിച്ച് കയറാമായിരുന്നു. അതായത് BJPക്ക് വലിയ ആഘാതം മധ്യമേഖലയിൽ, ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിൽ ഉൾപ്പെടെ കൊടുക്കാൻ കഴിയുമായിരുന്ന കോൺഗ്രസിന് ചില ഇലക്ഷൻ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങളിലാണ് അടിതെറ്റുന്നത്. ഇലക്ഷൻ മാനേജ്മെന്റ് വളരെ വിദഗ്ധമായി ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി എങ്ങനെ ലോക്സഭാ മണ്ഡലങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് വോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാം. കൃത്യമായി പറഞ്ഞാൽ വോട്ട് ടാലി അനുസരിച്ച് അവിടെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വിജയിപ്പിക്കാമെന്നുള്ളത് അമിത്ഷായ്ക്ക് നന്നായി അറിയാം. അങ്ങനെയാണ് മുഴുവൻ സീറ്റുകളും വിജയിപ്പിച്ചെടുക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കോൺഗ്രസും വിജയിച്ചു. കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയമായിരിക്കും ഗുജറാത്തിൽ വീണ്ടുമെന്ന് പറയുന്നത് കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. ഒരു സമയത്ത് 26 സീറ്റിൽ 4 സീറ്റിൽ വരെ ലീഡ് നേടിയെടുത്ത കോൺഗ്രസ് പെട്ടെന്ന് 1-ലേക്ക് ചുരുങ്ങുകയായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ 2017-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 182-ൽ ഒരു ഘട്ടത്തിൽ 100-നടുത്ത സീറ്റുകൾ വരെ ലീഡ് ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നത് നിസ്സാര കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. വിജയ് രൂപാണിയെ മനഃപൂർവ്വം ഒതുക്കിക്കൊണ്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ഭൂപേന്ദ്ര ഭായിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേറ്റ് അവിടെ പല രീതിയിലുള്ള കളികൾ കളിക്കുകയാണ്. എന്നാൽ BJPയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിരൂക്ഷമാകുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. BJP വിട്ടുവരുന്നവർക്ക് കോൺഗ്രസിൽ സ്ഥാനമെന്ന രീതി കോൺഗ്രസ് അവലംബിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വിജയം ഉറപ്പായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ മുൻ കോൺഗ്രസ് നേതാക്കൾ എങ്ങനെ BJPയുടെ ഒന്നാം തരം നേതാക്കളായി ഏറ്റവും മുൻനിരയിൽ എത്തിയെന്നതിൻ്റെ കൃത്യമായ ഇക്വേഷൻ്റെ ഉത്തരം നമുക്കെല്ലാവർക്കും ലഭിക്കുന്ന കാര്യമാണ്. അത്തരത്തിൽ ഒരു പകരത്തിന് പകരമല്ല കോൺഗ്രസ് നേടുന്നത്. കഴിവും ആർജവും അതോടൊപ്പം ഈ രാജ്യത്തെക്കുറിച്ചുള്ള പൊതുബോധവും ഉള്ളവരെയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. അവരെ ജനങ്ങൾ തിരിച്ചറിയാൻ അല്പം വൈകിയെന്നൊക്കെ വരാം. ജനങ്ങൾ ആവേശത്തോടെ കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരുന്ന ദിവസം വിദൂരമല്ലെന്ന് ജിഗ്നേഷ് മേവാനി പറഞ്ഞിരിക്കുകയാണ്.